എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ അമൃത്സറിലെത്തിയിട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റിന് ബുഫേ സിസ്റ്റമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് പൂരി, ബ്രെഡ്, റൊട്ടി, ഉപ്മാവ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ജാലിയൻ വാലാബാഗിലേക്കായിരുന്നു. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ആ ഒരു സ്ഥലം നമുക്കൊരു വിസ്മയം ഉളവാക്കുന്നത് തന്നെയായിരുന്നു. ജാലിയൻ വാലാബാഗ് മൈതാനത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായി ഇതുപോലെയൊരു സ്തൂപം കാണാം. ഇതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട ധീരദേശസ്നേഹികളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് മൈതാനത്തെ പ്രവേശന കവാടത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെ രൂപങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മൈതാനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് മൈതാനത്തേക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷേ അതിനുള്ളിൽ അതിവിശാലമായ സ്ഥലമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഗാർഡനും ഒക്കെയായി വളരെയധികം നവീകരിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്നും അതിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ചും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നേരെ വെടിവെച്ചപ്പോൾ ഭയന്നോടിയ കുറച്ചുപേർ ഈ കിണറിലാണ് ചാടിയത്. ഈ കിണറിൽ നിന്ന് പിന്നീട് 120-ൽ പരം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ചുവരിൽ വെടിയുണ്ട തറച്ച പാടുകളും അവിടെ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് സ്തൂപവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ അന്തരിച്ചവരുടെ ഓർമ്മയ്ക്കായി അമർജ്യോതി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷം ഞങ്ങൾ അതിനടുത്ത് തന്നെയുള്ള ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. അതിമനോഹരവും വളരെ വൃത്തിയുള്ളതുമായ സിഖുകാരുടെ ഒരു പുണ്യഭൂമി തന്നെയാണിത്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും തലയിൽ തുണിയിട്ട് മറച്ചിട്ടുണ്ടാവണം. തലപ്പാവോ ഷോളോ എന്തെങ്കിലും ഉപയോഗിച്ച് തല ഇതുപോലെ ഇട്ടിട്ട് വേണം അതിനകത്തേക്ക് പ്രവേശിക്കുക. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടെ കുടിവെള്ളം നൽകുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങളിലായാണ്. ഗ്ലാസ്സിലല്ല അവിടെ വെള്ളം കിട്ടുക. അതുപോലെ തന്നെ 24 മണിക്കൂറും ഭക്ഷണം അവർ ദാനമായിട്ടാണ് നൽകുന്നത്, അന്നദാനമായിട്ടാണ് നൽകുന്നത്. അത് വളരെയധികം ഭക്തിപൂർവമാണ് എല്ലാവർക്കും നൽകുന്നത്. നമ്മുടെ നാട്ടിൽ അന്നദാനം എന്നൊക്കെ പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. അവർ അതിന് ലങ്കാർ എന്നാണ് ഇവിടുത്തെ ഭക്ഷണ വിതരണത്തെ അവർ പറയുന്നത്. റൊട്ടി, പായസം, 2 തരം കറികൾ, പിന്നെ ചോറ് ഒരു പ്രസാദ രൂപത്തിലാക്കിയിട്ട് ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് ഷോപ്പിങ്ങിനും പോയി. ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ പോയത് അട്ടാരി വാഗ ബോർഡറിലേക്കാണ്. ഇന്ത്യ പാക് അതിർത്തിയിലേക്കാണ് ഞങ്ങൾ പോയത്. ഫ്ലാഗ് ഓഫ് സെറിമണിയും അവിടുന്ന് കണ്ടതിന് ശേഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാകയാണിത്. അതിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പാക് പരേഡൊക്കെ കണ്ട് പരേഡ് ഗ്രൗണ്ടിൽ ഡാൻസ് കളിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി
പിന്നീട് നമ്മൾ നേരെ പഞ്ചാബി ധാബയിലേക്കാണ് പോയത്. അവിടുന്ന് രാത്രിയിലുള്ള ഫുഡും കഴിച്ച ശേഷം ഞങ്ങൾ അവിടുന്ന് മണാലിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇനി മണാലി വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.